ഇത് മാത്രം ഞങ്ങളോട് പറയില്ലേ, ഇത് മാത്രം പറയില്ലെന്ന് ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നീ അംഗീകരിച്ചിരുന്നെങ്കിൽ നീ സ്ഥാനത്തിലേക്ക് വരുമായിരുന്നു. ഈ മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ നിത്യാവിശ്വാസ പ്രമാണം ക്രിസ്ത്യാനികൾ ചൊല്ലി ആമേൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടുള്ള സ്നാനമാണ് അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിച്ചതിന് ശേഷം ജലത്തിൽ പൂർണ്ണമായിട്ട് സ്നാനമേൽക്കുമ്പോൾ ആ രണ്ട് കള്ളന്മാരിൽ ഒരുവൻ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവനോടുകൂടെ മരിച്ച സ്നാനത്തിന് തുല്യമാകുന്നു. മറ്റേ കള്ളനോ മാനസാന്തരപ്പെടാതെ അവനോടുകൂടെ സ്നാനമേറ്റു മരിച്ചു, അവൻ നരകത്തിലേക്ക് പോയെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാനത്രേ നമ്മൾ സ്നാനമേൽക്കുന്നത്. അത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ നമ്മൾ നിമഞ്ജനം ചെയ്യപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ മരിച്ചടക്കപ്പെട്ടു എന്ന് സ്വർഗം നീതിയായിട്ടിട്ടു. ആ നീതി അത്രേ, ആ വിശ്വാസം അത്രേ നമ്മളെ രക്ഷിക്കുന്നത്. ആ ക്ഷണത്തിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. അതേ പ്രിയപ്പെട്ടവരെ, ഈ മാനസാന്തരപ്പെട്ടുള്ള സ്നാനത്താൽ അല്ലാതെ ഒരു ജഡവും രക്ഷ പ്രാപിക്കത്തില്ല. അതിനെ നിങ്ങൾ എതിർക്കുന്നതുകൊണ്ടും നിഷേധിക്കുന്നതുകൊണ്ടും നിങ്ങൾ ഇന്നും പാപികളായിട്ട് തുടരുന്നു. നിങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും അതിനെ എതിർത്തു, അവരും പാപികളുമായിട്ട് മരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഈ സ്നാനത്തിനെ എതിരെ നിങ്ങൾ പഠിപ്പിക്കുന്നു, പുരോഹിതന്മാർ ഇതിനെതിരെ സംസാരിക്കുന്നു. അതുകൊണ്ട് പാപമോചനം നേടാതെ പാപികളായിട്ട് നരകവിധിയിൽ സാത്താനോട് കൂടി ഒടുങ്ങിപ്പോകുന്നു. ആകിയാൽ പ്രിയപ്പെട്ട, ഈ സ്നാനത്താൽ അല്ലാതെ പാപമോചനമില്ല, ഈ സ്നാനത്താൽ അല്ലാതെ പരിശുദ്ധാത്മാവിനെ വീണ്ടും ജനനം പ്രാപിപ്പാനും കഴിയത്തില്ല. ആകിയാൽ സ്നാനമേറ്റ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവന്റെ നിന്ദ ചുമന്നുകൊള്ളുവിന്.